ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതൊരു പഴയ ഒരു വുഡ് ബോക്സ് ആണ്. അതിൻ്റെ അകത്ത് വെച്ചേക്കുന്ന സ്വിച്ചും പ്ലേറ്റുമാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ സ്വിച്ചിൻ്റെ എല്ലാം ലോക്കുകൾ പോയതാണ്. ഇത് ഒരു VNS എന്ന് പറയുന്ന ഒരു പഴയ ഒരു മോഡൽ ഒരു പ്ലേറ്റും അതേപോലെ സ്വിച്ചുകളുമാണ്. കുറേ വർഷങ്ങൾ പഴക്കമുള്ള ഇത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് പുതിയ മോഡുലറിൻ്റെ പ്ലേറ്റും അതേപോലെ സ്വിച്ചുകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ പുതിയ ടൈപ്പ് കണ്ടിട്ടുണ്ടല്ലേ. ഇത് നമ്മൾ LESൻ്റെ എടുത്തേക്കുന്നത്. LESൻ്റെ മോഡുലർ പ്ലേറ്റും അതേപോലെ പുതിയ സ്വിച്ചുമാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. എല്ലാ LES തന്നെയാണ് എടുത്തേക്കുന്നത്. അതുപോലെ പ്ലേറ്റും അതേപോലെ സ്വിച്ചും സോക്കറ്റും എല്ലാം നമ്മൾ LES തന്നെയാണ് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം പഴയ ബോക്സ് ഇളക്കി കളയാതെ തന്നെ നമുക്ക് പുതിയ ടൈപ്പ് നമുക്ക് ഇതേപോലെ പ്ലേറ്റും സ്വിച്ചുകളും നമുക്ക് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതൊരു 10x4 ഒരു ബോക്സാണ് പഴയത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ അതേ അളവിനുള്ള നമ്മൾ ഷീറ്റ് കൊണ്ടുവന്നിട്ട് അത്രയും സ്വിച്ചുകളും അതേപോലെ സോക്കറ്റ് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം എടുത്തേക്കുന്ന എൻഡോ എന്ന് പറയുന്ന LESൻ്റെ എൻഡോ എന്ന് പറയുന്ന മോഡൽ പ്ലേറ്റും സ്വിച്ചുമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ, ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയുണ്ട്. ഇപ്പോൾ ഇറങ്ങിയൊരു മോഡൽ തന്നെയാണത്. കുറേ നാളായി. ഇതിന് പല വേർഷൻ കളറുകളുണ്ട്. അങ്ങനെ നമ്മൾ സ്വിച്ചും കാര്യങ്ങളെല്ലാം ഇട്ട് അതുപോലെ ബോർഡ് വയറും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോർഡ് വയർ ചെയ്തു. അപ്പോൾ സ്വിച്ചിൻ്റെ മുകൾ ടെർമിനലിൽ നേരെ സോക്കറ്റിൻ്റെ എല്ലിലോട്ട്, അതായത് L ടെർമിനലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. അതേപോലെ സ്വിച്ചിൻ്റെ എല്ലാ താഴത്തെ ടെർമിനലും കയറ്റി അതേപോലെ ഈ 3 വരുന്ന മാസ്റ്ററിൻ്റെ ലൈൻ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ 2-way സ്വിച്ചിൻ്റെ ഏറ്റവും ടോപ്പിലത്തെ ടെർമിനലിൽ നമ്മൾ ഇതേപോലെ ഫേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാസ്റ്റർ വരുന്ന സ്വിച്ചിൻ്റെ അകത്ത് ഏറ്റവും മുകളിലത്തതിൽ മുഖത്തെ ടോപ്പിൽ ടെർമിനലിൻ്റെ അകത്ത് നമ്മൾ ഇതുപോലെ ഫേസും, ഏറ്റവും താഴത്തതിൻ്റെ അകത്ത് നമുക്ക് വരുന്നത് മാസ്റ്റർ കൺട്രോളുമാണ് വരേണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്ത് അങ്ങനെ നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ മുകളിലത്തെ ടെർമിനെല്ലാം നമ്മൾ ഫേസ് കൊടുത്തു. മെയിൻ വരുന്ന ഫേസാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അതേപോലെ 1-way സ്വിച്ചിൻ്റെ അടിയിൽ നിന്ന് നേരെ കൊണ്ടുവന്ന് 2-way സ്വിച്ചിൻ്റെ മുകളിലത്തെ ടെർമിനൽ നമ്മൾ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെ കാണുന്നത് നമ്മൾ ഇതേപോലെ മാസ്റ്ററിൻ്റെ ഫേസാണ് വരുന്നത്. മാസ്റ്ററിൻ്റെ ഫേസാണ് ഏറ്റവും താഴത്തെ 3 സ്വിച്ചിലും വരുന്നത്. അതേപോലെ 2-way സ്വിച്ചിൻ്റെ സെൻറ്റർ വരുന്നത് ലൈറ്റ് കൺട്രോളാണ്. കൺട്രോൾ വയറാണ് സെൻറ്റർ എപ്പോഴും നിൽക്കേണ്ടത്. മാസ്റ്ററിൻ്റെ വയർ ഏറ്റവും താഴെയും മെയിൻ ഫേസ് മുകളിലാണ് വരുന്നത്. അതേപോലെ നമ്മൾ ന്യൂട്രും അതേപോലെ എർത്തും സോക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫാനിൻ്റെ വയറും നമ്മൾ അതുപോലെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റെപ്പ് വൈസ് സിംഗിളായിട്ടുള്ള 1-way ഒരു ഡിമ്മറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ ടൈ അടിച്ച് നമ്മൾ ക്ലിയർ ചെയ്ത് ബോക്സും നമ്മൾ അതായത് ഷീറ്റും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഫുൾ കവറിങ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഇരുന്നില്ല. അപ്പോൾ നമുക്ക് ബോക്സോ കാര്യങ്ങളോ ഒന്നും ഇളക്കാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ ഇപ്പോൾ ഇതേപോലെ കുറേ മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ കവറും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. ഒരു വൈറ്റ് കവറാണ് വരുന്നത്. അതിൻ്റെ അകത്തൊരു മെറ്റൽ കോട്ടിങ്, ഒരു ബീഡിങ് ഉണ്ട്. കണ്ടില്ലേ, അത് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ തന്നെ. കണ്ടില്ലേ, നല്ലൊരു മെറ്റൽ കോട്ടഡായിട്ടൊരു ബീഡിങ്ങും ഇതിനോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായ ടൈപ്പ് എടുത്ത് നമുക്ക് പ്ലെയിനും കിട്ടും. നമ്മൾ എടുത്തപ്പം ഈ ടൈപ്പ് അങ്ങ് എടുത്തു. കുറച്ചും കൂടെ കാണാൻ ഭംഗിയുള്ളതായതുകൊണ്ട് നമ്മളിങ്ങനെ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കണക്ഷനും കാര്യങ്ങളും എല്ലാം കൊടുത്തു. അവിടെ ട്യൂബ് കത്തിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഇനിയൊന്ന് ഫാനും കൂടെ ഒന്ന് ഓണാക്കി നോക്കി. നമ്മൾ ഫാനും ക്ലിയർ ആവുന്നുണ്ട്. അപ്പം നമുക്ക് പഴയ ബോക്സുകൾ മാറ്റാതെ തന്നെ നമുക്ക് പുതിയ മോഡൽ ടൈപ്പ് സ്വിച്ചും പ്ലേറ്റുകളും നമുക്ക് ഈസി ആയിട്ട് തന്നെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. എന്തായാലും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതേപോലുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത്.